പത്തരമാറ്റ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അനിയുടെ വിവാഹമോചന കേസ് തീർന്ന ഉടനെ തന്നെയാണ് നന്ദുവും അതുപോലെ തന്നെ നവീനും ഒരുമിച്ചതാണ് വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു പോകുന്നത്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോകുന്ന വഴിക്ക് വിടാം, വേണ്ട, ഞാനായാലും വീട്ടില് എനിക്ക് പോവേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ പോവാം. അനിയാണെങ്കിൽ വീട്ടിലേക്ക് പോയി ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവീനും നന്ദുവും കൂടെ കാറി പോകുന്ന വഴിക്ക് പറയുക, നിനക്കാണെങ്കിൽ എൻ്റെ വീട്ടിലെ കല്യാണ ആലോചന എന്തായെന്ന് നിനക്കറിയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മുത്തശ്ശൻ്റെ അടുത്തും അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും എല്ലാം പറഞ്ഞു. അവർക്കാണെങ്കിൽ നല്ല താല്പര്യവും, പക്ഷേ നന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു യെസ്സിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ഒന്നും മിണ്ടാതെ നന്ദു ഇരിക്കുന്നത് കണ്ടിട്ട് നവീന് പറയുക, ഇനിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ച് നടത്തി നമുക്കാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മുടെ പ്രണയം തുറന്നു പറയണം കേട്ടോ എന്നൊക്കെ നവീന്റെ വാക്കുകൾ കേട്ടിട്ട് നന്ദുവിനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് അനി വിചാരിക്കുക, എന്തായാലും പോകുന്ന വഴിക്ക് എന്തായിരിക്കും പറയുക നവീന് നന്ദുവിൻ്റെ അടുത്ത്. കല്യാണത്തെക്കുറിച്ച് ഇനി ഫിക്സ് ആക്കാൻ വേണ്ടിയാണോ അവൻ വീട്ടിലേക്ക് പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ വീട്ടിൽ കൊണ്ടുവിട്ടപ്പോഴത്തേക്കും പറയുക, ഇനി എത്രയും പെട്ടെന്ന് ഞാനാണെങ്കിൽ അമ്മയും അച്ഛനെയും എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വരും, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും വരണം. എന്തായാലും എന്താ അഭിപ്രായം നന്ദുവിന് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛനും അമ്മയും പറയുക, അവയ്ക്ക് ഒരു അഭിപ്രായവും ഇല്ല, ഞങ്ങൾ പറയുന്നത് തന്നെയാ അവക്കിഷ്ടം. പിന്നെ നന്ദു ആണെങ്കിൽ കൊണ്ടുവന്നില്ലേ ഇവിടെ, കൊണ്ടുവന്ന് വിട്ടപ്പോഴത്തേക്കും അവൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവളെ സ്വഭാവം അനുസരിച്ച് അവൾക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല. അതാ നന്ദുവിന്റെ സ്വഭാവം. അത് അറിയാലോ നവീന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയാം, പക്ഷെ അനിയുടെ കാര്യത്തില് എല്ലാവർക്കും സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട്. പറയുന്നത് കേട്ടിട്ട് പറയുന്നുണ്ട് നന്ദുവിന്റെ അമ്മ, എന്തായാലും നല്ല കാര്യം, ഇനിയെങ്കിലും അവന്തികയുടെയും അതുപോലെ തന്നെ അനിയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുകയും ചെയ്യുന്നുണ്ട്, എന്തായാലും കല്യാണമൊക്കെ പിന്നെയല്ലേ, ആദ്യം അവനൊന്ന് സെറ്റ് ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തും സെറ്റ് ആവാനാ, അവനാണെങ്കിൽ കല്യാണം എല്ലാം ഉറപ്പിച്ച് 2 പ്രാവശ്യം ഇരുന്നതാ, നീയല്ലേ ഒരിക്കൽ പോയി തടസ്സപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവീൻ പറയുക, അത് അനി പറഞ്ഞിട്ടാണോ നന്ദു പോയെന്ന് വരെ എനിക്കന്ന് സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്കും അതുപോലെ തന്നെ എന്ന് നന്ദുവിന്റെ അമ്മ പറയുന്നുണ്ട്. ഏതായിരുന്നാലും രണ്ടുപേരും ഉദ്ദേശം തെറ്റാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തതല്ല, എനിക്കൊരു പരാതി കിട്ടി ഞാൻ പോയി, എൻ്റെ അത് ഉത്തരവാദിത്വം, എൻ്റെ ജോലിയാ, അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം എന്നൊന്നും ഇതിലൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവീൻ പറയുക, ശരിയെന്നാ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. എന്നാലും ഒന്നും കഴിച്ചില്ലല്ലോ, ഇനിയും കഴിക്കാമല്ലോ, ഇനി ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നന്ദുവിന്റെ അമ്മ. അങ്ങനെ നന്ദു അകത്തേക്ക് കയറി പോയിട്ട് അനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. വരുന്ന വഴിക്ക് പറഞ്ഞത് കല്യാണത്തെക്കുറിച്ചാ. ഞാനാണെങ്കിൽ ആ കാറിൽ നിന്ന് ഉരുകുകയായിരുന്നു, എന്ത് പറയണമെന്നറിയാതെ. നീയാണെങ്കിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത കാര്യം നിനക്ക് മനസ്സിലായോ? ഞാൻ എന്തെങ്കിലും പറയുമോ? എൻ്റെ വായിൽ നിന്ന് വരാൻ വേണ്ടിയാ അവനാണെങ്കിൽ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ നിന്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞിട്ടും നീ ഒന്നും മിണ്ടില്ല എന്ന് അവൻ അറിയാം. അത് മുതലെടുത്തതാ, എനിക്കത് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്, ഞാൻ നീ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശനും അതുപോലെ തന്നെയാണ് ആദർശും നയനയും എല്ലാവരും വീട്ടിലുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ, ഞങ്ങൾക്കാണെങ്കിൽ കിട്ടിയിട്ടുണ്ട് അനാമികയായിട്ട്. എന്തായാലും ഇനി പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കോടതി ഞങ്ങൾക്ക് വിവാഹമോചനം തന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും സന്തോഷം കൊണ്ടിരിക്കുക. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഒട്ടും താമസിക്കണ്ട, നമുക്ക് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വേണ്ട, എനിക്കിപ്പോഴൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ ജലജ പറയുക, നിനക്കെന്താ ഇപ്പം വേണ്ടാത്തത്? 2 പ്രാവശ്യം എൻ്റെ മോളാണെങ്കിൽ ഒരുങ്ങി വന്നതാ നിന്നെ എൻഗേജ്മെന്റിന്റെ സമയത്ത്, മനസ്സിലായല്ലോ. അത് പക്ഷേ മുടങ്ങി, ഇനി അതൊന്നും പറ്റില്ല, ഇനി കല്യാണം തന്നെയാ. ഞാനത് തീരുമാനിച്ചതാ, ഞാൻ മാത്രമല്ല അച്ഛനും. അതിനെതിരെ നിനക്ക് നിൽക്കാൻ പാടില്ല.
എന്നൊക്കെ പറയുന്ന കേട്ട് ഉടനെ തന്നെ അനി പറയുക, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യമില്ലാത്ത കല്യാണമെന്ന്, പിന്നെ ഇനി എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ നടത്തിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുക, നിനക്ക് അന്ന് പറയാമായിരുന്നു ആദ്യമേ അനാമികയുടെ സമയത്ത് കല്യാണം കഴിക്കാൻ ഞങ്ങൾ ആലോചിച്ച സമയത്ത് നീ പറയാത്തെന്താ? നിനക്ക് നന്ദുവിനെ കല്യാണം കഴിക്കണമെന്ന് നിനക്കൊന്ന് പറയാമായിരുന്നു, ഞങ്ങൾ നടത്തുമായിരുന്നു. പക്ഷെ നീ അത് പറഞ്ഞില്ല. പക്ഷെ രണ്ടാമത് നിനക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആരെ? അവന്തികയെ ആലോചിച്ച സമയത്ത്. അന്ന് നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല നിനക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്ന്. പക്ഷേ ഞാൻ നിന്റെ മുത്തശ്ശി പറഞ്ഞറിഞ്ഞായിരുന്നു നിനക്കിപ്പം അവളെ ഇഷ്ടമുള്ളതായിട്ടാ നീ ഈ കല്യാണത്തിന് മാറി നിൽക്കുന്നതെന്ന്. അത് മുത്തശ്ശിയുടെ അടുത്തായിരുന്നു നിന്റെ അമ്മയാ പറഞ്ഞത്. പക്ഷേ ഇതൊന്നും ഞങ്ങളൊന്നും വകവെക്കുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞതാ. ഇനി കഴിഞ്ഞതിനെ കുറിച്ച് നീ ചിന്തിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഞാനാ കല്യാണം കഴിക്കുന്നത്. എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട തന്നെയാ. ആ സമയത്ത് മീനൊന്നുമല്ല എന്തായാലും ലേലം വിളിച്ച് എന്റെ മോളെ ആർക്കും കൊടുക്കാൻ, ഈ കുടുംബത്തിലെ കുട്ടിയാ. അതുപോലെ തന്നെ നിന്നെ തന്നെയാ അവൾ കല്യാണം കഴിക്കും. അതുകൊണ്ട് ആര് പറഞ്ഞു തന്നാലും ഇല്ല എങ്കിലും ശരി തന്നെയാ. അവന്തിക നിനക്കുള്ളത് തന്നെയാ എന്നൊക്കെ ജലജ പറയുന്നത് കേട്ടിട്ട്, ഞാൻ ആന്റി അടുത്ത് പറഞ്ഞ മനസ്സിലായില്ലേ എനിക്ക് താല്പര്യമില്ലാന്ന്. ഞാൻ പണ്ട് മുതലേ കൊച്ചിലെ കളിച്ചു വളർന്ന സമയത്ത് മുതലേ ഞാൻ എൻ്റെ അനിയത്തി കുട്ടിയെ പോലെ കരുതിയിട്ടുള്ളൂ. പെട്ടെന്ന് ഒരാളെ കല്യാണം കഴിക്കുക എന്ന് പറയുക അത് ഇഷ്ടമുള്ളവർക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിനക്ക് നേരത്തെ തുറന്നു പറയായിരുന്നു. എല്ലാവരും മുമ്പിൽ നാണം കെടുത്തിയിട്ട് ഇനി അത് പറ്റില്ല അനി എന്നൊക്കെ പറഞ്ഞ് ജലജ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ ദേഷ്യം നിന്റെ മനസ്സിൽ ഇരുന്നാൽ മതി, എൻ്റെ അടുത്ത് നീ കാണിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുക, ഇനി ഇതിന്റെ പേരിൽ ആരും വഴക്കൊന്നും കൂടണ്ട. ഞാൻ അന്തിമമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. നന്ദു ആണെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി അവിടെ ആലോചന വന്നിട്ടുണ്ട്. നവീന് അതൊരു നല്ല പയ്യനാ, നല്ല കുടുംബക്കാരുമാണ്. അവളാണെങ്കിൽ അവനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. നീ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അവന്തികയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ഈ വീട്ടിലൊക്കെ ജീവിക്കുക. അതാ ഞങ്ങളുടെ തീരുമാനം. ഇനി ഇതിലൊന്നും ഒരു അഭിപ്രായമില്ല എന്ന് പറയുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എന്താ പറയണമെന്ന് അറിയില്ല. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നും പരാജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇന്നതാ ഇപ്പോൾ സന്തോഷ നിമിഷമാണ്. പക്ഷേ ഇന്ന് വീട്ടിൽ വന്ന് കയറിയത് നിങ്ങൾ പറയുന്നു അവധിയെ കല്യാണം കഴിക്കാൻ. എനിക്കിത്തിരി സമയം വേണം, ഒന്ന് ആലോചിക്കണം, തീരുമാനം എടുക്കണം എന്നൊക്കെ അനി പറയുന്നുണ്ട്. ഇനി തീരുമാനമെടുക്കാൻ ഒരു സമയമില്ല. അതുപോലെ തന്നെ ആദർശം നൈനയും പറയട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് പറയാൻ ഓപ്ഷൻ ഉണ്ട്, അവർ പറയട്ടെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഞങ്ങൾ എന്താ മുത്തശ്ശ പറയാ, അവന്റെ തീരുമാനമല്ലേ, കല്യാണം കഴിക്കേണ്ടത് അവനല്ലേ, ഞങ്ങളല്ലല്ലോ. ഞങ്ങളെ കല്യാണ സമയത്ത് മുത്തശ്ശൻ കുറെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷേ ഞാനത് മുത്തശ്ശന് കൂടെ നിന്നിട്ടുള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അത് ശരിയാ, നിന്നെ അതുകൊണ്ട് കുറ്റം പറയാനൊന്നും എനിക്ക് കഴിയില്ല. നീ ആണെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് കല്യാണം കഴിച്ച കുട്ടിയാ നൈന. എന്തായാലും അതിൽ നിനക്ക് പരാജയമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. അത് ശരിയാ, എനിക്കാണെങ്കിൽ ഇന്ന് വരെ എനിക്ക് അവളിൽ ഒരു തെറ്റ് ഞാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിലായാലും വിജയം മാത്രമേ കൈവരിച്ചിട്ടുള്ളൂ. അത് മുത്തശ്ശൻ്റെ ഒരു വാക്കുകളിലൂടെ ഇന്ന് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണവും ഞങ്ങളുടെ ഈ മുത്തശ്ശൻ തന്നെയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിരിഞ്ഞു പോയിട്ട് ഞങ്ങൾ പിണങ്ങിപ്പോയിട്ടും പക്ഷേ ഞങ്ങളെ കരുതിയതും സ്നേഹിച്ചതും മുത്തശ്ശനായിരുന്നു. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ അനിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവന്റെ കല്യാണം. അതിന് മുത്തശ്ശൻ തക്കതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്നവർ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി, അല്ലാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവന്തിക വരുന്നുണ്ട്. ഞാനാണെങ്കിൽ സംസാരിക്കുന്ന സമയത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ ഈ നിമിഷം ഇപ്പോൾ പറയുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അവന്തിക വന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. എനിക്കിപ്പോൾ കുറച്ച് സമയം വേണ്ടത്. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ കോടതിയിൽ പോയിട്ട്. പക്ഷേ എനിക്കാണെങ്കിൽ ഇത്ര റെസ്റ്റ് എടുക്കാൻ സമയം തരണം, എന്നിട്ട് മതി കല്യാണാലോചനയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട്, നിനക്ക് റെസ്റ്റ് എടുക്കാൻ സമയമല്ല, നീ തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഞങ്ങൾ തീരുമാനിച്ചതാ, ഞങ്ങൾ ഉറപ്പിക്കാൻ പോവുക, നീ എന്താ പറയുന്നത് എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ തീരുമാനം തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. നീ എൻ്റെ മകളെ കെട്ടില്ലെന്നാണ് അവിടെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, നന്ദുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് നീ അവളെ ഉപേക്ഷിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, നന്ദുവിൻ്റെ ഇനി കാര്യം മാത്രം ഈ വീട്ടിൽ മിണ്ടിപ്പോരുത് നീ, അതുമാത്രമല്ല നിന്റെ ജീവിതത്തിൽ തന്നെ അവളെ മായ്ച്ചു കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ ഒന്നും നോക്കാതെ അവനെ അടിക്കുന്നുണ്ട്. ഇത് കേട്ടത്
എല്ലാവരും ഞെട്ടി നിൽക്കുകയും ഇത് കണ്ട ഉടനെ പറയുക, എന്താ നീ ചെയ്തത് ജലജെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ദേഷ്യത്തോടെ. ഇത് കേട്ടതും എനിക്ക് പറയാൻ പറ്റുന്നില്ല, വാക്കുകളില്ല. എന്നെ അവൻ ചതിക്കുകയായിരുന്നു, എന്നെ മാത്രമല്ല എൻ്റെ മകളെയും. ഞങ്ങളിവിടെ നിന്നതുകൊണ്ടാണോ നിങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഇത്രത്തോളം താഴ്ത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുക, നിന്നെ ആരും ഇവിടെ താഴ്ത്തിയിട്ടില്ല, തീരുമാനമെടുക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ നീ ചാടിക്കേറി ഓരോന്ന് പ്രവർത്തിക്കുന്നത് അത് ആർക്കും ഇഷ്ടപ്പെടില്ല. നീ എന്തിനാ അവനെ ഇപ്പോൾ അടിച്ചത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കഴിഞ്ഞത്, അവന്റെ ഒരു ജീവിതമാ ഇന്ന് വേണ്ടാന്ന് വെച്ച് അവൻ ഇന്ന് പുതിയ ജീവിതത്തിലേക്ക് വന്നതാ. പക്ഷെ ആ ദിവസം നീ അടിക്കേണ്ടിയില്ലായിരുന്നു. എല്ലാത്തിനും സമയവും കാലമുണ്ട്, പറഞ്ഞു മനസ്സിലാക്കുക. അല്ലാതെ പിന്നെ നിന്റെ ഈ ദേഷ്യം ഈ വീട്ടിൽ കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആദർശ് പറയുക, അത് ശരി തന്നെ, ആന്റി കാണിച്ചത് വളരെ വലിയ മോശമാ. എന്തായാലും ഞങ്ങളത് ഒരിക്കലും അംഗീകരിച്ച് തരില്ല. ഇനി ഞാനും പറയുന്നുണ്ട്, അവന്റെ ഇഷ്ടം നോക്കി നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും ആന്റി ഭരിക്കാനൊന്നും വരെയൊന്നും വേണ്ട, അവരവരുടെ കാര്യം നോക്കിയാൽ മാത്രം മതി. ആ സമയത്ത് ജലജയുടെ അടുത്ത് മുത്തശ്ശൻ പറയുന്നതും അത് തന്നെയാണ്. നിനക്കും ഒരു പരിധിയുണ്ട്, എനിക്കും അതുപോലെ തന്നെയാ. പക്ഷേ പരിധി വിട്ടു കഴിഞ്ഞാൽ ആരും ഒന്നും നോക്കില്ല ജലജ. പിന്നെ നിന്റെ കാര്യത്തില് ഞാൻ പണ്ട് മുതലേ നിന്റെ കൂടെ നിന്നായിരുന്നു. നിന്റെ മോക്കും മോനും ഒരു ആശ്രയം ഞാൻ ഈ വീട്ടിൽ തന്നു. പക്ഷെ അന്നേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞയക്കണമായിരുന്നു. എങ്കിലും നിന്റെയും മക്കളെയും ഗതി എന്തായിരിക്കും എന്ന് നിനക്കറിയാലോ. ഞങ്ങളുടെ ബിസിനസ് തുളച്ചിട്ടാ ഈ വീട്ടിൽ നിന്ന് ആ നാഗരാജ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ അവൻ ഇന്ന് നമ്മൾ ചതിക്കാൻ നോക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം ഒരുക്കി കഴിഞ്ഞിരിക്കുക. അതിനകത്ത് ഈ വീട്ടിലെ വിജയം അതുപോലെ നഷ്ടവും എല്ലാം ഒരുമിച്ച് വരും. എന്നാലും ഇതിനൊക്കെ തരണം ചെയ്ത് നിന്നെ നമ്മൾ കൂടെ നിർത്തി. പക്ഷേ നീയാണെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല, അത് നല്ലൊരു കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരു മാറ്റവും അറിയിക്കുന്നില്ല. ഞാൻ തീരുമാനിച്ച് തന്നെ നടക്കും. അനിയാണെങ്കിൽ അവന്തിയുടെ കല്യാണം തന്നെ നടക്കുമെന്ന എൻ്റെ ഒരു ആഗ്രഹം, അത് നടത്തി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഞാനാ അവൻ്റെ അമ്മ, ഞാൻ തീരുമാനിക്കും. നീയാണെങ്കിൽ ഞാൻ വരെ ഇതുവരെ അടിച്ചിട്ടില്ല അവനെ. നിനക്ക് അവനെ അടിക്കേണ്ട അധികാരം ആരാ തന്നത്? അതുമല്ല, ഒരു കല്യാണത്തിന്റെ പേരിൽ ആരും അടിച്ചേൽപ്പിക്കേണ്ടത് ഒരു ആവശ്യവും. എന്തായാലും നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കിക്കോ, ഞാൻ തീരുമാനം എടുക്കും, എല്ലാവർക്കും പോകാം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യത്തിൽ പറയുന്നത് കണ്ടിട്ട് എല്ലാവരും പെട്ടെന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ആദർശം നയനയും മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരാളൂടെ ഉണ്ടായിരുന്നു, മനു ആണെങ്കിൽ പറയുക, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ചേച്ചിയും ആദർശേട്ടനും എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അതാ എൻ്റെ ആഗ്രഹം. എനിക്ക് നന്ദുവിനെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ആഗ്രഹിച്ച ജീവിതം എനിക്ക് വേണം, അതിനു വേണ്ടി എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട് ആദർശിൻ്റെ അടുത്ത്. ഞാൻ ഇതിൽ എന്ത് ചെയ്യാനാ? മുത്തശ്ശനല്ലേ എല്ലാ തീരുമാനം എടുക്കുന്നത്. എന്നാലും ഞാൻ പറയേണ്ടത് എല്ലാവരും ഉപയോഗിച്ച് പറഞ്ഞത് നീ കേട്ടല്ലോ. ഇനിയാണെങ്കിൽ ജലജ ആന്റി എങ്ങനെയാ ഇതിന് അടുത്ത പ്രതികരണമെന്ന് അറിയില്ല. ഇനി നന്ദുവിനടുത്ത് ഇനി വൈരാഗ്യം കാണിക്കുമെന്ന് അറിയില്ല. സ്വഭാവം അതാണ്. അതുപോലെ തന്നെയാണ് അവന്തികയുടെയും. ഇനി സൂക്ഷിച്ച് നടക്കാൻ